കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. പ്രിയ നിറഞ്ഞവരെ, കുടുംബാനുഗ്രഹത്തിന് തോബീത്ത് തന്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന 6ാമത്തെ നിർദ്ദേശം, എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. 12ാം വാക്യം മുതലാണ് നമ്മളത് വായിക്കുക. എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. ഈ വചനത്തിന് ശേഷം വരുന്ന വചനത്തെ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കണം. അത് ഇപ്രകാരമാണ്: നിന്റെ പൂർവീകരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക, അന്യ ജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തതെന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിൻ്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. പ്രിയം നിറഞ്ഞവരെ, ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ അനുയോജ്യമായ ഒരു സന്ദേശമാണ് തോബീത്തിന് മകൻ തോബിയാസിന് കൊടുക്കുന്നത്. തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്നത്. ഇന്ന് പ്രണയബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതമാണ്. ജാതിയെന്നോ മതമെന്നോ ഒന്നും നോക്കാതെ ഏകദൈവ വിശ്വാസത്തിൽ വ്യതിചലിച്ച് ജീവിക്കുന്ന ബഹുദൈവ വിശ്വാസികളെ ഭാര്യമാരായി സ്വീകരിച്ച് കുടുംബത്തിന് ശാപഗ്രസ്തമായി ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഏകദൈവ വിശ്വാസത്തിലേക്ക് അവർ മാനസാന്തരപ്പെട്ട് കടന്നു വരികയാണ്. എത്രയോ മനോഹരം. പക്ഷേ പലപ്പോഴും ഇന്ന് യുക്തിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ഈ മനോഹരമായ ഈ സന്ദേശത്തെ അവഗണിക്കുന്നവരാണ് നമ്മൾ. കൃത്യമായി വചനം പറയുന്നു, അങ്ങനെ നമ്മുടെ ആ ചർച്ചക്കാരിൽ നിന്ന്, നമ്മുടെ അതേ വിശ്വാസ സംഹിതകൾ പാലിക്കുന്നവരിൽ നിന്ന് ഞാൻ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ പിൻതലമുറ അത് അനുഗ്രഹം സ്വന്തമാക്കും. അനുഗ്രഹം സ്വന്തമായി അനുഗ്രഹമായിട്ടത് മാറും. പിൻതലമുറയ്ക്ക് അനുഗ്രഹമായിട്ട് മാറും. സഹോദരങ്ങളൊക്കെ ബഹുമാനിക്കുന്നതിന് ആദരിക്കുന്ന തുല്യമായിട്ട് മാറും. ജീവിതം കൃപയുടെ, കുടുംബം കൃപയുടെ വഴിയിലൂടെ ചരിക്കപ്പെടും. അതുകൊണ്ട് അന്യ മതസ്ഥരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയെ സ്വീകരിക്കാതിരിക്കുക. അതുവഴി കുടുംബം അനുഗ്രഹീതമാക്കുക. വ്യക്തമായി തോബിയാസിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. നമുക്ക് ഈ നിർദ്ദേശത്തെ ധ്യാനിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ധ്യാനിക്കാം, നമ്മുടെ മക്കളെ ധ്യാനിക്കാം. ഈ ഒരു കൽപ്പനയും നിർദ്ദേശവും ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ കുടുംബവും പിൻതലമുറയും അനുഗ്രഹമാക്കുവാനും ദേശം കൈവശമാക്കുമെന്നാണ് വചനം പറയുന്നത്. ദേശം അവർ കൈവശമാക്കുന്നു. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഞാനിങ്ങനെ അഭിശപ്തമായ ഒരു ജീവിതം ഞാൻ നയിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്നും ദേശം അന്യാധീനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. ഒരു നിമിഷം ദിവികാനീശ്വരന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇത് അങ്ങ് നൽകുന്ന ഈ 6ാമത്തെ നിർദ്ദേശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. പ്രത്യേകമായി ഒരേ വിശ്വാസ സംഹിതയിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെട്ട ജീവിതം നയിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കുവാനും, അതുവഴി ഞങ്ങളുടെ പിൻതലമുറ അനുഗ്രഹീതമാകുവാനും ദേശം സ്വന്തമാക്കുവാനും അങ്ങയുടെ വഴിയിലൂടെ ചരിക്കുന്ന കുടുംബങ്ങളായി മാറുവാനും നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും. യേശുവേ നന്ദി. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. കുടുംബാനുഗ്രഹത്തിന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ തോബീത്ത് കുടുംബത്തിൻ്റെ ജീവിതത്തിൽ തോബിയാസിന് കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹമായി തീരുവാനായിട്ട് കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും. ദിവ്യകാരുണ്യ ഈശോനാഥ, ഞങ്ങൾ ഓരോരുത്തർക്കും അങ്ങയുടെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിച്ചാലും. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. സ്നേഹം ചൊരിയണമേ, അഴലിലലയും മാനസങ്ങളിൽ അലിവിൻ
സ്നേഹം ചൊരിയണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.